എങ്ങനെയുണ്ട് പിന്നെ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഐസ് ബാറാണ്. ഐസ് ബാർ എന്ന് പറഞ്ഞാൽ ഒരു നൊസ്റ്റാൾജിക് ഫീലുള്ള ഐസ് ബാറാണ്. നിങ്ങളെല്ലാവർക്കും അറിയാം, നമ്മുടെ സ്കൂളിലും അതേപോലെ ഉച്ച നേരത്തൊക്കെ ഐസ് വണ്ടി വരും, പാലൈസ്. അപ്പം ആ ഒരു ഐസ് ബാർ ഉണ്ടാക്കുന്ന വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നേക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മൾ ഐസ് ബാർ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ നമ്മൾ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ നമ്മൾ ഈ കോൺഫ്ലവറും പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തതിന് ശേഷം കുറച്ച് പാലെടുത്തിട്ട്, നമ്മളിത് തിളപ്പിക്കാത്ത പാലാണ്, തിളപ്പിക്കാത്ത പാലെടുത്തിട്ട് നന്നായി നമുക്കത് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് കട്ട കെട്ടാത്ത രീതിയിൽ മിക്സ് ചെയ്തെടുക്കണേ. അപ്പോൾ നമ്മൾ കട്ട കെട്ടാത്ത രീതിയിൽ നന്നായിട്ടിത് മിക്സ് ചെയ്തെടുക്കുവാണ്. മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്ക് പാല് തിളപ്പിക്കാൻ വയ്ക്കാം. അപ്പോൾ നമ്മളൊരു 1/2 ലിറ്റർ പാലാണ് വയ്ക്കുന്നത് തിളപ്പിക്കാൻ വേണ്ടിയിട്ട്. പാല് നമ്മൾ ഇതിനകത്ത് ഒഴിച്ചു കൊടുക്കാണ്. ഡോളി ചായ്, ഡോളി ചായ് കണ്ടോ? ഡോളി ചായ്, ബോംബെയിലുള്ള ഡോളി ചായ, ഡോളി. അപ്പോൾ നന്നായിട്ട് നമുക്ക് അതൊന്ന് തിളയ്ക്കുന്ന വരെ വെയിറ്റ് ചെയ്യാം. ഈ സമയത്ത് നമുക്ക് ഇതിനാവശ്യമായിട്ടുള്ള ഷുഗർ ഇട്ട് കൊടുക്കാം കേട്ടോ. 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. 4 ടേബിൾ സ്പൂൺ ഷുഗർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മധുരം കുറവാണെങ്കിൽ നമുക്ക് മധുരം വേണമെങ്കിൽ ആഡ് ചെയ്യാം. അപ്പോൾ നമ്മുടെ പാൽ ഏകദേശം തിളച്ച് വരുന്നുണ്ട്. നമ്മുടെ പാല് തിളച്ച് വരുന്ന പാലിലേക്ക് നമ്മൾ ആദ്യം മിക്സ് ചെയ്ത് വെച്ച 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു 1.5 ടേബിൾ സ്പൂൺ പാൽപ്പൊടിയും കൂടെ മിക്സ് ചെയ്തത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. കട്ട കെട്ടാത്ത രീതിയിലായിരിക്കണം, ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു. നന്നായിട്ടിത് കുറുകി വരും. ഇത് നന്നായിട്ട് നമുക്ക് കുറേ തന്നെ കുറുകി വരാൻ തുടങ്ങിയിട്ടുണ്ട്. ഇത്രേ ഉള്ളൊരു സംഭവം. അപ്പം ഇനി ലാസ്റ്റ് നമുക്ക് സ്റ്റവ് ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് നമുക്ക് വാനില എസൻസ് ഒരു 1/2 ടീസ്പൂൺ ഒഴിച്ചു കൊടുക്കാം. 1/2 ടീസ്പൂൺ വാനില എസൻസ് കൂടി നമ്മൾ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതിൻ്റെ കൂടെ ഒരു കാര്യം കൂടെ പറയാൻ വിട്ടുപോയി. ഒരു പിഞ്ച് ഉപ്പ് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട്. അതെന്ന് വെച്ചാൽ ഒരു ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഒരു മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് തണുക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പം നമ്മുടെ പാൽ ക്രീം സെറ്റായിട്ടുണ്ട്. ഇനി നമുക്ക് തണുത്ത് കഴിഞ്ഞതിന് ശേഷം മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പം അതിന് വേണ്ടി വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ മോൾഡ് ഇതാണ്. അതിൻ്റെ സ്റ്റിക്ക് ഇങ്ങനത്തെ ടൈപ്പാട്ടോ. ഇത് നമ്മൾ എവിടെ നിന്ന് വാങ്ങിയെന്ന്? കൽപ്പറ്റയെന്ന് വാങ്ങിയതാണ്, നെസ്റ്റോ എന്ന് വാങ്ങിയാണ് കൽപ്പറ്റ. അപ്പോൾ നമ്മൾ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ്. നമ്മുടെ മോൾഡ് 8 എണ്ണം ഉണ്ടാക്കാൻ പറ്റുന്ന ടൈപ്പായിട്ടാണ്. അപ്പോൾ നമ്മുടെ മോൾഡിനകത്ത് നമ്മളെല്ലാം ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്റ്റിക്ക് നമുക്ക് ഫിക്സ് ചെയ്ത് കൊടുക്കാം.
ഏഞ്ചലാണ് സ്റ്റിക്കൊക്കെ വെച്ച് കൊടുക്കുന്നത്. തിന്നാൻ വേണ്ടിയിട്ടുള്ള കൊതി കൊണ്ടാണ് സ്പീഡിൽ വെക്കുന്നത്. ഇപ്പം പെട്ടെന്ന് എന്തായാലും തീറ്റ നടക്കൂല. അങ്ങനെ നമ്മുടെ ലാസ്റ്റ് മോൾഡ് കൂടി ഫിക്സ് ചെയ്തു. അപ്പോൾ ഇതാണ് നമ്മുടെ ഐസ് ബാർ ഉണ്ടാക്കുന്ന മോൾഡ്. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യണം. ഇനി നമുക്കിത് ഫ്രീസറിലേക്ക് എടുത്ത് വെച്ചേക്കാം. വെക്കുവാണ്, ഫ്രീസറിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി എന്തായാലും ഒരു 5-8 മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് തുറന്ന് നോക്കാം കേട്ടോ. അപ്പം മിക്കവാറും നാളെ കഴിക്കാൻ പറ്റുള്ളൂ. അപ്പം ഏഞ്ചല് വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്, ഫ്രീസർ അടയ്ക്കുകയാണ്. അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നലെ നമ്മൾ വെച്ച ഐസ് ഇന്ന് രാവിലെ എടുക്കാൻ പറ്റിയില്ല. കാരണം മിന്നു സ്കൂളിൽ പോകുന്ന കാരണം എടുത്തില്ല. അപ്പോൾ ഇന്ന് നമ്മളത് എടുക്കുവാണ്. അപ്പോൾ ഫ്രണ്ട്സ്, നമ്മുടെ ഐസ് ബാർ നല്ല സെറ്റായിട്ടിരിപ്പുണ്ട്. ഇനി ഇത് 2-3 മിനിറ്റ് കഴിയണം, എന്നാലേ ഇതിൽ നിന്ന് എടുക്കാൻ കഴിയുള്ളൂ. സെറ്റായിട്ടിരിക്കുന്നതാണ്, നല്ല സെറ്റായിട്ടില്ല. അപ്പം നമ്മുടെ ഐസ്ക്രീം ബാർ റെഡിയാണ്. നമ്മൾ സെർവ് ചെയ്യാൻ പോവാണ്. എങ്ങനെയുണ്ട് പിന്നെ? എങ്ങനെയുണ്ട്? സൂപ്പറാണോ? ഐസിൻ്റെ അതേ ഇതാണോ? ആണോ? സൂപ്പറാണോ മുന്നോ? അമ്മ ഐസ്ക്രീം അടിക്കുവാണേ. അമ്മയുടെ ഒക്കെ മുഖം ഇരിക്കണേ തണുത്തിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പം നിങ്ങളും ഇത് ട്രൈ ചെയ്യണം, എല്ലാവർക്കും അറിയാവുന്നതാണ്. അപ്പം നമ്മൾ എന്നും പറയുന്ന പോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന എല്ലാ ഫ്രണ്ട്സും ഒന്ന് സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ബൈ ബൈ.